നോയിഡയിലെ സെക്ടർ 31 D5 എന്ന വീട്. പുറമേ അതൊരു സാധാരണ വീടായിരുന്നു. എന്നാൽ ആ വീടിന്റെ മുറ്റത്തെ മണ്ണ് മാന്തിയപ്പോൾ പുറത്തു വന്നത് രാജ്യത്തെ ഒട്ടാകെ നടുക്കിയ കൊടും ക്രൂരതയുടെ അധ്യായങ്ങളാണ്. നരഭോജനം മുതൽ അവയവ കച്ചവടം വരെ ആരോപിക്കപ്പെട്ട 17 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന നിതാരി കേസ്. കൊല്ലപ്പെട്ടത് 19ഓളം കുഞ്ഞുങ്ങൾ. തെളിവായി ലഭിച്ചത് അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും മാത്രം. പ്രതികൾക്ക് കോടതി വിധിച്ചത് വധശിക്ഷ. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം എല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെടുന്നു. ലോകം ഞെട്ടിയ നിതാരി കൊലപാതക പരമ്പരയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭീകരത കേട്ടിരിക്കുക എന്നത് അസാധാരണമാണ്. ആരായിരുന്നു യഥാർത്ഥത്തിൽ സുരീന്ദർ കോലി? അയാൾക്ക് പിന്നിൽ ആരായിരുന്നു? ഡിസംബർ 2006 ഡൽഹിയുടെ അതിർത്തിയിലുള്ള നോയിഡയിലെ നിതാരി ഗ്രാമം. കഴിഞ്ഞ 2 വർഷമായി ആ ഗ്രാമത്തിലെ പല വീടുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ കാണാതാകുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കൺമണികളെ തിരഞ്ഞ് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയ മാതാപിതാക്കൾക്ക് ലഭിച്ചത് അവഗണന മാത്രമായിരുന്നു. എന്നാൽ ആ ഡിസംബറിലെ ഒരു പ്രഭാതം ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഏറ്റവും ഭീകരമായ ഒരു സത്യത്തിലേക്കുള്ള വാതിൽ തുറന്നു. 2 ഗ്രാമവാസികൾ, അവർക്കൊരു രഹസ്യ വിവരമുണ്ടായിരുന്നു. സെക്ടർ 31 D5 എന്ന വീടിന് പിന്നിലെ മുനിസിപ്പൽ വാട്ടർ ടാങ്കിന് സമീപം തങ്ങളുടെ മക്കളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നായിരുന്നു വിവരം. D5 വീട്ടുജോലിക്കാരനായ സുരീന്ദർ കോലിക്ക് ഈ തിരോധാനങ്ങളിൽ പങ്കുണ്ടെന്ന് അവർ സംശയിച്ചു. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനും മറ്റുമായി കയറിയിറങ്ങിയിട്ടും കാര്യമായൊന്നും ലഭിച്ചില്ല. അധികാരികൾ അവഗണിച്ചപ്പോൾ അവർ മുൻ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് SC മിശ്രയുടെ സഹായം തേടി. അന്ന് രാവിലെ അദ്ദേഹത്തെയും കൂട്ടിയവർ സ്വയം തിരിച്ചറിഞ്ഞിറങ്ങി. അന്ന് രാവിലെ ആ അഴുക്കുചാലിൽ നിന്നും അവർ കണ്ടെടുത്തത് അഴുകി തുടങ്ങിയ ഒരു മനുഷ്യ കൈപ്പത്തിയായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഭീകരമായ ഒരു പരമ്പര കൊലപാതകത്തിന്റെ തെളിവ്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ കാണാതായ കുട്ടികളുടെ ഫോട്ടോയുമായി മാതാപിതാക്കൾ നിതാരിയിലേക്ക് ഒഴുകി. പോലീസ് കസ്റ്റഡിയിലെടുത്ത സതീഷ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സുരീന്ദർ കോലി ഞെട്ടിക്കുന്ന മൊഴികളാണ് പോലീസിന് നൽകിയത്. 6 കുട്ടികളെയും പായൽ എന്നറിയപ്പെടുന്ന 20 വയസ്സുള്ള ഒരു സ്ത്രീയെയും ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയതായി അയാൾ തുറന്നു സമ്മതിച്ചു. പക്ഷേ ആ നമ്പറുകൾ അവിടെ അവസാനിക്കുന്നതായിരുന്നില്ല. ഈ കേസിൽ കുറ്റവാളികളേക്കാൾ കൂടുതൽ പ്രതിക്കൂട്ടിലായത് നോയിഡ പോലീസായിരുന്നു. കാണാതായ കുട്ടികളെക്കുറിച്ച് പരാതിപ്പെട്ട മാതാപിതാക്കളെ അവർ പരിഹസിച്ചു. കുട്ടികൾ ആരെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാകും എന്നതായിരുന്നു പോലീസിന്റെ നിലപാട്. പോലീസ് അഴിമതിക്കാരാണെന്നും വിവരങ്ങൾ മറച്ചുവെക്കാൻ പണം വാങ്ങിയെന്നും ഗ്രാമവാസികൾ ഉറച്ചു വിശ്വസിച്ചു. താമസക്കാർ സ്വന്തം കൈകൊണ്ട് മണ്ണ് മാന്തി കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ ക്രെഡിറ്റ് പോലീസ് ഏറ്റെടുക്കാൻ ശ്രമിച്ചതോടെ ജനരോഷം ആളിപ്പടർന്നു. 15 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത പോലീസ് നിഷേധിച്ചെങ്കിലും തലയോട്ടികളും അസ്ഥികളും അവിടെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഇരകളുടെ എണ്ണം എത്രയാണെന്ന് പറയാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. DNA പരിശോധനയ്ക്ക് മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പോലീസ് ആ വീട് സീൽ ചെയ്യുകയും മാധ്യമങ്ങളെ വിലക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ വീട് വിട്ടു പോയതാണെന്ന് പറഞ്ഞ പോലീസിന്റെ മുന്നിലേക്ക് അവരുടെ അസ്ഥിക്കൂടങ്ങൾ എണ്ണിക്കൊടുക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. നിതാരി കേസ് വെറും ഒരു കൊലപാതക കഥയല്ല, മറിച്ച് നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ കൂടി കഥയാണല്ലേ. നിതാരിയിലെ അഴുക്കുചാലുകളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ അസ്ഥിക്കൂടങ്ങൾ ഓരോന്നായി പുറത്തെടുത്തതോടെ ഈ ക്രൂരതയുടെ വ്യാപ്തി ഗ്രാമത്തിന്റെ അതിർത്തികൾ തന്നെ ഭേദിച്ചു. കേവലം ഒരു ഗ്രാമത്തിലെ തിരോധാനങ്ങൾ എന്നതിലുപരി ഇതിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ടോ എന്ന് പോലും കേന്ദ്ര സർക്കാർ സംശയിച്ചു. ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെട്ട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടതോടെ രാജ്യം മുഴുവൻ നോയിഡയിലേക്ക് കണ്ണുനട്ടു. ഡിസംബർ 26 വീട്ടുടമസ്ഥനായ മോനീന്ദർ സിംഗ് പാന്തറിനെയും സുരീന്ദർ കോലിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കോലയുടെ കുറ്റസമ്മത മൊഴികൾക്കനുസരിച്ച് ആ വീടിന് ചുറ്റുമുള്ള മണ്ണ് മാന്തിയപ്പോൾ തെളിഞ്ഞത് ആർക്കും വിശ്വസിക്കാനാകാത്ത കാഴ്ചകളായിരുന്നു. കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ ശരീരങ്ങൾ അവിടെ പുറത്തു വന്നു. ഈ കണ്ടെത്തലുകൾ ജനരോക്ഷം ആളിക്കത്തിച്ചു. നിരവധി കുട്ടികളെ കാണാതായെന്ന് അറിയിച്ചിട്ടും നടപടി എടുക്കാത്തതിന് ഡിസംബർ 31-ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായെങ്കിലും ജനങ്ങൾ ശാന്തരായില്ല. പ്രതിയുടെ വീടിന് മുന്നിൽ ഗ്രാമവാസികൾ പോലീസുമായി ഏറ്റുമുട്ടി. കല്ലേറുണ്ടായി. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ചു കൊണ്ടുവരാൻ സഹായിച്ചുവെന്ന സംശയത്തിൽ പാന്തറിന്റെ വീട്ടുജോലിക്കാരിയായ മായയും കൂടി പോലീസ് പിടികൂടി. എന്നാൽ ഇതിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല ആ രഹസ്യങ്ങൾ. നിദാരിയിലെ തെരുവുകളിൽ ജനരോക്ഷം ആളിപ്പടർന്നതോടെ സുരക്ഷാ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിച്ചു. അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്നും ശാസ്ത്രീയമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണെന്നും നിയമവ്യവസ്ഥ വ്യക്തമാക്കുമ്പോൾ രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് ആ വിധി കേൾക്കാൻ കാത്തിരുന്നത്. ജനരോക്ഷം ശക്തമായതോടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല അന്വേഷണ സമിതിയെ നിയോഗിച്ചു. വനിതാ ശിശുവികസന മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി മഞ്ജുള കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിൽ പ്രാദേശിക പോലീസ് കാട്ടിയ അനാസ്ഥയെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം തന്നെ ആരംഭിച്ചു. CBI അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ അന്ന് മടിച്ചു നിന്നെങ്കിലും സമിതിയുടെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായിരുന്നു എന്ന വസ്തുതയും പുറത്തുവന്നു. ഇരകളെ തിരിച്ചറിയുന്നതിനായി മനുഷ്യാവശിഷ്ടങ്ങളിൽ നിന്നുള്ള DNA സാമ്പിളുകൾ ഹൈദരാബാദിലേക്കും മരണകാരണം കണ്ടെത്താൻ ആഗ്രയിലെ ലാബിലേക്കും അയച്ചു. പിന്നാലെ ദീപിക എന്ന പായൽ മാത്രമാണ് പ്രായപൂർത്തിയായ ഇരയെന്ന് കണ്ടെത്തി. മറ്റ് 11 ഇരകളും 10 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിനിടെ സർക്കാർ നൽകിയ 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തെ തങ്ങളുടെ മക്കളുടെ വിലയല്ലതെന്ന് പറഞ്ഞ് നിരാശരായ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു. പണത്തിനു പകരം നീതിയും സുരക്ഷിതമായ വീടും ജോലിയുമാണ് അവർ ആവശ്യപ്പെട്ടത്. പണത്തിന് തന്റെ മക്കളുടെ ജീവനെ പകരം വയ്ക്കാൻ കഴിയില്ലെന്ന ആ നിലാരംബരായ മനുഷ്യരുടെ വിലാപം ഇന്ത്യയുടെ മനസാക്ഷിയെ തന്നെ അന്ന് വല്ലാതെ പിടിച്ചുലച്ചു. നിദാരി കേസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്തോറും പോലീസിന്റെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീണു. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഉത്തർപ്രദേശ് പോലീസ് പ്രതിക്കൂട്ടിലായി. കാണാതായവരുടെ റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാദേശിക ഭരണകൂടം അശ്രദ്ധയും നിരുത്തരവാദവുമായാണ് പെരുമാറിയതെന്നും കാണാതായ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഗുരുതരമായ അനാസ്ഥ കാട്ടി 2 പോലീസ് സൂപ്രണ്ടുമാരെ സസ്പെൻഡ് ചെയ്യാനും 6 പോലീസുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും സർക്കാർ നിർബന്ധിതരായി. 4 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഈ നടപടി. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അവയവ കച്ചവടത്തിനുള്ള സാധ്യതകൾ സമിതി തള്ളിക്കളഞ്ഞില്ല എന്നത് കേസിനെ കൂടുതൽ ഭയാനകരമാക്കി. എന്നാൽ എങ്ങനെയാണ് ഈ രഹസ്യങ്ങളുടെ ലോകത്തേക്ക് പോലീസ് എത്തിയത്? അതിന് നിമിത്തമായത് പായൽ എന്ന പെൺകുട്ടിയുടെ ഒരു മൊബൈൽ ഫോണായിരുന്നു. പായലിന്റെ സിം കാർഡ് പ്രവർത്തനരഹിതമായിരുന്നുവെങ്കിലും ആ ഫോൺ ആരോ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഡിജിറ്റൽ നിരീക്ഷണത്തിലൂടെ പോലീസ് കണ്ടെത്തി. ആ ഫോൺ വിറ്റ ആളിലേക്കും തുടർന്ന് ഒരു റിക്ഷക്കാരനിലേക്കും അന്വേഷണം നീണ്ടു. ആ ഫോൺ പാന്തറിന്റെ വീട്ടിലെ ഒരാളുടേതാണെന്ന് റിക്ഷക്കാരൻ തിരിച്ചറിഞ്ഞതോടെയാണ് മോനീന്ദർ സിംഗ് പാന്തറും സുരീന്ദർ കോലിയും പോലീസിന്റെ പിടിയിലാകുന്നത്. പായലിനെ കൊന്ന് വീടിന് പിന്നിൽ തള്ളിയെന്ന് കോലി സമ്മതിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പായലിനെ തിരഞ്ഞുപോയ പോലീസിന് മുന്നിലേക്ക് കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങൾ കൂട്ടത്തോടെ തെളിഞ്ഞു വന്നത്. കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായതിനാൽ ഇതൊരു അവയവ വ്യാപാര മാഫിയയുടെ പണിയാണെന്ന് പോലീസ് ആദ്യം സംശയിച്ചു. ഇതിന്റെ ഭാഗമായി പാന്തറിന്റെ അയൽവാസിയായ ഒരു ഡോക്ടറുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. 1998 സമാനമായ ഒരു കേസിൽ പ്രതിയായിരുന്ന ഈ ഡോക്ടറെ വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. എന്നാൽ അതിനിടെ പുറത്തു വന്ന മറ്റൊരു വാർത്ത ഇന്ത്യയെ നടുക്കി. പ്രതികളിൽ ഒരാൾ ഇരകളുടെ ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് കഴിച്ചിരുന്നു എന്ന നരഭോജനത്തിന്റെ കഥകൾ. മാധ്യമങ്ങളിൽ ഈ വാർത്ത പടർന്നപ്പോൾ പോലീസ് ആദ്യം അത്ഭുതപ്പെട്ടെങ്കിലും കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുത്ത് ആ സാധ്യതയും അവർ തള്ളിക്കളഞ്ഞില്ല.
സത്യം പുറത്തു കൊണ്ടുവരാൻ 2007 ജനുവരിയിൽ പ്രതികളെ ഗാന്ധിനഗറിലെ ഫോറൻസിക് ലാബിലെത്തിച്ച് ബ്രെയിൻ മാപ്പിംഗിനും നാർക്കോ അനാലിസിസിനും വിധേയരാക്കി. നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ സുരീന്ദർ കോഹ്ലി ആ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവിട്ടു. തന്റെ തൊഴിലുടമയായ പാന്തറിന് ഇതിൽ പങ്കില്ലെന്നും എല്ലാ കൊലപാതകങ്ങളും താനാണ് ചെയ്തതെന്നുമായിരുന്നു കോഹ്ലിയുടെ മൊഴി. കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ ബാത്റൂമിൽ എത്തിച്ച് കഷ്ണങ്ങളാക്കി മുറിക്കുമായിരുന്നു എന്നവൻ വെളിപ്പെടുത്തി. പാന്തർ ഒരു സ്ത്രീലമ്പടനും വിഷാദ രോഗിയുമാണെന്നാണ് ഈ പരിശോധനകളിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ക്രൂരമായ പ്രവൃത്തികളാണ് ആ മതിൽക്കെട്ടിനുള്ളിൽ നടന്നതെന്ന് ഇതോടെ ലോകം തിരിച്ചറിഞ്ഞു. നോയിഡ പോലീസിന്റെ അന്വേഷണത്തിൽ ജനങ്ങൾക്കും സർക്കാരിനും വിശ്വാസം നഷ്ടപ്പെട്ടതോടെ നിതാരി കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI ഏറ്റെടുത്തു. 2007 ജനുവരി 11 പ്രതികളെ CBI ആസ്ഥാനത്തേക്ക് മാറ്റി. CBI നടത്തിയ വിശദമായ തിരച്ചിലിൽ ആ വീടിന്റെ പരിസരത്തുള്ള അഴുക്കുചാലുകളിൽ നിന്ന് കൂടുതൽ തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെടുത്തു. ഇതിനോടൊപ്പം ഇരകളുടേതെന്ന് കരുതുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും രക്തം പുരണ്ട ഗ്രില്ലും മദ്യക്കുപ്പികളും അവർ തെളിവായി ശേഖരിച്ചു. അന്വേഷണത്തിൽ CBI ഒരു പ്രധാന നിഗമനത്തിലെത്തി. സുരീന്ദർ കോഹ്ലി ഒരു സൈക്കോപാത്താണ്. കൊലപാതകങ്ങൾ ചെയ്തത് കോഹ്ലിയാണെന്നും ഇതിൽ പാന്തറിന് നേരിട്ട പങ്കില്ലെന്നുമുള്ള സൂചനകൾ CBI നൽകി. എന്നാൽ ഇത്രയും കൊലപാതകങ്ങൾ ആ വീടിനുള്ളിൽ നടന്നിട്ടും ഉടമസ്ഥനായ പാന്തർ ഒന്നും അറിഞ്ഞില്ല എന്ന വാദം ഇരകളുടെ കുടുംബങ്ങളെയും പൊതുജനങ്ങളെയും ചൊടിപ്പിച്ചു. CBI പാന്തറിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം സുപ്രീം കോടതി വരെ എത്തി. കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ആ വീടിനുള്ളിൽ നടന്നത് വെറുമൊരു ഭ്രാന്തന്റെ പ്രവർത്തികളാണോ അതോ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ചർച്ചകൾ ഇതോടെ രാജ്യത്ത് സജീവമായി. പിന്നീട് വന്ന പല കേസുകളിലായി സുരീന്ദർ കോഹ്ലിക്ക് 5-ലധികം വധശിക്ഷകൾ ലഭിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കേസുകളിലെ വിധികളിൽ പല മാറ്റങ്ങളും ഉണ്ടായി. 2009 അലഹബാദ് കോടതി പാന്തറിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും കോഹ്ലിയുടെ ശിക്ഷ നിലനിർത്തി. 2014 കോഹ്ലിയുടെ മരണ വാറന്റ് പുറപ്പെടുവിച്ചുവെങ്കിലും അവസാന നിമിഷം സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. ദയാഹർജി പരിഗണിക്കുന്നതിലുണ്ടായ അമിതമായ കാലതാമസം ചൂണ്ടിക്കാട്ടി 2015 കോഹ്ലിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. എങ്കിലും മറ്റ് കേസുകളിലെ വിചാരണ തുടർന്നുകൊണ്ടിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളോട് കാട്ടിയ ഈ ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് രാജ്യം കരുതിയ നിമിഷങ്ങളായിരുന്നു അവ. പക്ഷേ കഥ അവസാനിച്ചത് നീതി നടപ്പിലാക്കിക്കൊണ്ടായിരുന്നില്ല. കുറ്റകൃത്യം നടന്ന 17 വർഷങ്ങൾക്ക് ശേഷം 2023 ഒക്ടോബർ 16 അലഹബാദ് ഹൈക്കോടതി മോനീന്ദർ സിംഗ് പാന്തറിനെയും സുരീന്ദർ കോഹ്ലിയെയും എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തരാക്കി. പ്രതികളുടെ കുറ്റസമ്മത മൊഴിയല്ലാതെ മറ്റു ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഒരു പാവപ്പെട്ട വേലക്കാരനെ പൈശാചികമായി ചിത്രീകരിച്ച് കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾ എളുപ്പ വഴി തിരഞ്ഞുവെന്നും അവയവ കച്ചവടം പോലുള്ള ഗുരുതരമായ വശങ്ങൾ അന്വേഷിച്ചില്ലെന്നും കോടതി വിമർശിച്ചു. ഇരകളുടെ കുടുംബങ്ങൾക്ക് ഈ വിധി വലിയൊരു ആഘാതമായിരുന്നു. നീതിക്കായി ഇത്രയും കാലം പോരാടാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന പപ്പുലാലിന്റെ വാക്കുകളും കോടതികൾ അവരെ വിട്ടയച്ചാലും ദൈവത്തിന്റെ കോടതി അവരെ വെറുതെ വിടില്ല എന്ന ദുർഗാപ്രസാദിന്റെ വിലാപവും ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഒടുവിൽ 2025 നവംബർ 11 സുപ്രീം കോടതിയും സുരീന്ദർ കോഹ്ലിയെ കുറ്റവിമുക്തനാക്കി മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. ഇന്ത്യയെ നടുക്കിയ 19 കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിൽ ഇന്നും ആരും പ്രതികളല്ല. കൊല്ലപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ലഭിച്ച നീതി എന്താണെന്ന ചോദ്യം ഇന്നും ബാക്കിയാകുന്നു.